സൂക്ഷിക്കണേ. ഗുഡ് മോർണിംഗ്. നാളോണോ പുതിയതായി വരുന്ന SI മകനാണെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഞങ്ങളെയൊക്കെ ഒന്ന് ഗവനിക്കണം. ഡിപ്പാർട്ട്മെന്റിന് ആകെ ക്ഷീണം പറ്റിയിരിക്കുന്ന സന്ദർഭമാണ്. എന്റെ വീടിനടുത്തേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അമ്മനൊന്ന് റെക്കമെൻഡ് ചെയ്യണം. എടോ, ഞാനാണ് അവന്റെ തന്തയെങ്കിലും ചില കാര്യങ്ങളിൽ അവനാണ് എന്റെ തന്ത. എടോ, ഞാനവനെ കാണുമ്പോ സല്യൂട്ട് ചെയ്യണോ? അണ്ണൻ ഒരു കാര്യം ചെയ്യും, അകത്തു പോയിരിക്കും. ആദ്യം ആശാനെ നമ്മളൊന്ന് കൈകാര്യം ചെയ്യാം, പിന്നെ അണ്ണൻ രംഗത്തേക്ക് വന്നാ മതി. ആരാ? എന്റെ പേര് നിസാർ. ഇവിടെ ഒരു ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ആര് പറഞ്ഞു? ഇവിടുത്തെ വാച്ചറാ പറഞ്ഞത്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു വണ്ടി ഓടിച്ചത്? എങ്ങും ഓടിച്ചിട്ടില്ല. പിന്നെ ഡ്രൈവർ എന്ന് പറഞ്ഞു? ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് എടുത്തു. പക്ഷേ ആരെങ്കിലും വണ്ടി ഓടിക്കാൻ തരണ്ടേ? എല്ലാവർക്കും ആവശ്യം എക്സ്പീരിയൻസ് ആണ്. ജോലി തരാതെയും ചെയ്യാതെയും എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്? ആരാ ഡാഡി ഇത്? ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഓ, അത് ശരി. ഏതായാലും നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോയിന്റ് ഡാഡി. ഡ്രൈവർ ജോലി ഞാൻ തരാം. പക്ഷെ വണ്ടി ഓടിക്കുമ്പോ ഞങ്ങളുടെ ജീവൻ നിന്റെ കയ്യിലാണ് ഓർമ്മ വേണം. തീർച്ചയായും മലയാളി. ഇന്ന് തന്നെ തുടങ്ങിക്കാം. കാക്കോൽ. വളരെ സന്തോഷം. സൂക്ഷിച്ചും കണ്ട് ഓടിക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ്. എന്താണ് അത്? ചോദിച്ച കേട്ടല്ലേ? സിഗരറ്റ്. പാൻസിന് പോക്കറ്റില്ലേ? ഉണ്ട് സാർ. അതെടുത്ത് പോക്കറ്റിലിട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇല്ല സാർ. രാജഭരണം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ലായിരിക്കും. മന്ത്രി പറയുന്നത് ഇപ്പോഴും രാജഭരണം എന്നാണ് സാർ. ഷട്ട് അപ്പ്. ഉത്തരവ്. മുമ്പ് ഈ കസേരയിൽ പലരും ഇരുന്നിരിക്കും, ഇടപഴകിയും കാണും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണ്ട ഒരു SI ആയിരിക്കില്ല ഞാൻ. അച്ഛനാണെന്നും ചിറ്റപ്പനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവർ സൂക്ഷിച്ചാൽ അവരവർക്ക് കൊള്ളാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരും എനിക്ക് ജോലിയൊന്നും ഉണ്ടാക്കി വെക്കരുത്. വയ്ക്കൂ. ആണുള്ളേ സാർ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? അത് ഞാൻ അകത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട് പുറത്തു വന്നില്ല? അത് പിന്നെ എന്ത് പിന്നെ? ഇവിടെ മറ്റുള്ളവരോട് പറഞ്ഞെല്ലാം കേട്ടിരിക്കുമല്ലോ സാർ. പോണം.